ആർക്കെങ്കിലും എതിരെ എഫ്ഐആർ ഇട്ടാൽ ആദ്യം ഫോൺ പിടിച്ചെടുക്കുക. വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിലെ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോൾ ചെയ്യാതിരിക്കാനും പോവും. ഇപ്പൊ ഇതുകൊണ്ടൊന്നും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പറ്റുമോ? ഈ റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഒഫൻസാണ്. അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ അയാളെ ഇന്ന് സ്വർണം മാത്രം എടുത്തുകൊണ്ട് പോരുന്നു. അവസാനം ഏതായാലും നിവൃത്തിയില്ലാതെ ഇപ്പോൾ അതിലെ 2 പേരെ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും, അവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ വേവലാതി എന്താണ്? 2 ആൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരാണ്. അവരെ നടപടിയെടുക്കുന്നില്ല. അവർ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. ഗവൺമെൻറ്റിന് ഭയമാണ്. അവരെ നടപടിയെടുത്താൽ അവർ പല ആളുകളെയും പേര് പറയുന്ന ഭയമുള്ളത് കൊണ്ട് അവരെ പേരിൽ നടപടിയില്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻപ് ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല പറയും, ഇത്തരത്തിൽ AI അധിഷ്ഠിതമായ ഒരുപാട് ചിത്രങ്ങൾ ഞങ്ങളെക്കുറിച്ചും വരുന്നുണ്ട്, ഞങ്ങൾ ഈ പരാതിയായിട്ടൊന്നും വരുന്നില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിലെ നേതാക്കളെ കാണുന്നു, സോണിയാഗാന്ധിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ എടുക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആംബുലൻസ് കൈമാറുന്ന ചിത്രമാണ്, ദൃശ്യം. എന്നിട്ട് സോണിയാഗാന്ധിയുടെ പടം പ്രചരിപ്പിക്കുകയാണ്. സോണിയാഗാന്ധിയെ ഏതോ 10-12 കൊല്ലക്കാലം മുമ്പ് ഇവരാരോ ചെന്ന് കണ്ടതിൻ്റെ പേരിൽ ഇന്ന് ആ സോണിയാഗാന്ധി ഈ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്, ഈ കൊള്ള മുതൽ സോണിയാഗാന്ധിക്ക് പങ്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരായി കേരളത്തിൽ കേസുണ്ടോ? അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഈ ഒരു ഫോട്ടോയുടെ പേരിൽ ഇത്ര വേവലാതിപ്പെടുന്ന ഒരാളെ പുലർച്ചെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ നിയോഗിക്കുന്ന പിണറായി വിജയൻ്റെ ശ്രദ്ധയിലേക്ക് മാത്രം ഈ വാക്കുകൾ ന്യൂസ് അവർ വീണ്ടും കേൾപ്പിക്കുകയാണ്. അത് ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു ഫോട്ടോയെക്കുറിച്ചായിരുന്നു. അതെല്ലാം പിണറായി വിജയന് ബാധകമാണ് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക്. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ. ഇതിന്റെ തുടക്കം കൈരളി പീപ്പിൾ TV സരിതാ നായരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുത്തതാണ്. അന്ന് അത്ര കണ്ട് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കില്ല. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. പക്ഷേ ആ വാർത്ത പുറത്തു വന്നതോടുകൂടി സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് ഉയർന്നു വന്നത്. വാർത്തകൾ ഒരു പെരുമഴ പോലെ വന്നിറങ്ങുന്ന നിലയാണുണ്ടായത്. ആ വാർത്തകൾ നമ്മുടെ നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കാൻ എല്ലാ മാധ്യമങ്ങളും തയ്യാറായി എന്നത് തന്നെയാണ് പ്രത്യേകത. കലക്കി മറിച്ചു. എന്നാൽ അപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? എന്നെ കാണാൻ മുഖ്യമന്ത്രി എന്നവർക്ക് പലരും വരുന്നുണ്ട്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി മതിയേന് ധാരാളം. സ്വാഭാവികമാണ്, ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, പല പരിപാടികൾക്കും പോകും. ആ പരിപാടിയിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ആരൊക്കെ ഫോട്ടോയിൽ പതിഞ്ഞു എന്ന് ഞാൻ നോക്കാറില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. അത് ഇപ്പൊ ഡൽഹിയിൽ വെച്ച് സരിത എന്നെ കണ്ടു എന്ന് പറഞ്ഞു. എന്റെ മുന്നിൽ പത്രക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പത്രക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീയും നിന്നിട്ടുണ്ടാകാം. എനിക്കവരെ അറിയില്ല, ഞാൻ അവരെ പ്രത്യേകമായി കണ്ടിട്ടില്ല. ഞാനും അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇങ്ങനെ വെല്ലുവിളികളുടെ ഒരു പൂരമായിരുന്നു. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, 2 പേരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പ്രൂഫും ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തൊരു വാശിയും വീറുമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങൾ പറയാൻ. അപ്പോഴാണ് ഇന്നലെ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന കൈരളി പീപ്പിൾ തന്നെ ഉമ്മൻചാണ്ടിയും സരിതയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ പുറത്തു കൊണ്ടുവന്നത്. അല്ല, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വലിയ ജീർണതയുടെ മുഖമാണ് പ്രകടമാകുന്നത്. ഉമ്മൻചാണ്ടിക്ക് വേണമെന്ന് പറയാം, പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നെ ഒന്ന് കാണുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരു മുഖ്യമന്ത്രിയെ ഒരാൾ ചെന്ന് കാണുന്നതിൽ എന്താ തെറ്റ് സാധാരണക്ക്? പക്ഷേ ഉമ്മൻചാണ്ടി ഈ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മുഖ്യമന്ത്രിയെ ഒരു നിവേദനം നൽകാൻ വേണ്ടി സമീപിക്കുന്ന പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവർ എവിടെയാണ് നിൽക്കുക? അവർ തൊട്ട് മുന്നിലാണ് നിൽക്കുക. നീ ഒറ്റയ്ക്ക വക്കീലിന് മുമ്പിൽ ചെന്ന് പെടണ്ട, നമ്മുടെ ആര്യ മോനെ കൂടെ കൂട്ടിക്കോ. ഇവിടെ നമ്മൾ ഒരുപാട് മന്ത്രിമാരായവരെയും മുഖ്യമന്ത്രിയായവരെയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും നിവേദനം വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
മുന്നിൽ വന്നു നിന്നാണല്ലോ നിവേദനം കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ട ചിത്രമെന്താ? മുന്നിലല്ല സരിത, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരിയായ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ തൊട്ടരികിൽ പോയി നിന്ന് കാതിൽ, കിന്നാരമല്ല ഗൗരവമുള്ള കാര്യമായിരിക്കും, അങ്ങനെ പറയുന്ന നിലയാണ് നമ്മൾ കണ്ടത്. എന്താ അതിന്റെ അർത്ഥം? എന്താണ് ആ ബന്ധം? നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരമല്ലേ തകർത്തത്? നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരം തകർന്നിട്ടും നിങ്ങൾ മുഖ്യമന്ത്രി കസേര ഇരിക്കുന്നതിന്റെ ഔചിത്യമെന്ത്? ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും തെളിവുകളോടെ പുറത്തു വന്നില്ലേ? അപ്പോ ഉമ്മൻചാണ്ടി കാണേണ്ടത്, ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല. ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമാണ്. തെളിവുകളോടെ എല്ലാം പുറത്തു വരുമ്പോൾ ബംഗളൂരു ഭീമ ജുവല്ലറിയാണ് ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് നൽകുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? അത് ശരി, അപ്പൊ എന്റെ മുഖം കാണാതിരിക്കുവല്ലേ? ഓ, മുഖ്യമന്ത്രിക്കാണ് ആ ആംബുലൻസ് കൈമാറുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? ഭീമ ബംഗളൂരു ജുവല്ലറിയെ പ്രതിനിധീകരിച്ചുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ട്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? ഇയാൾക്കെന്താ വേണ്ടേ? നിന്നെ എന്നെയോ? സരിതയുടെ കാലത്ത്, സോളാർ കാലത്ത് ഈ പിണറായി വിജയൻ ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ സംസ്ഥാനത്തൊരു ഇന്റലിജൻസ് സംവിധാനമില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നവർ ആരെന്നറിയാൻ കഴിയാത്തവരാണോ അവർ? ശ്രീ പിണറായി വിജയൻ, അങ്ങനെ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇപ്പോൾ ഇല്ലേ? നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ആരാണെന്നറിയാൻ നിങ്ങൾക്കൊരു സംവിധാനവുമില്ലേ? ബംഗളൂരു ഭീമ ജുവല്ലറി കൊടുക്കുന്ന ആംബുലൻസ് നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ ഈ പോറ്റിക്ക് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ഓഫീസിലില്ലേ? എന്താണോ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ പ്രസംഗിച്ചത്, അത് 100% നിങ്ങൾക്കും ബാധകമാണ്.